നമസ്കാരം. ഇന്നത്തെ ചരിത്ര വിവരണത്തിലേക്ക് സ്വാഗതം. വേലുതമ്പി ദളവ, സ്വാതന്ത്ര്യസമരത്തിലെ ധീരനായകൻ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ട നാമമാണ് വേലുതമ്പി ദളവയുടേത്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ധീരതയുടെയും രാജ്യസ്നേഹത്തിന്റെയും പര്യായമായി അദ്ദേഹം നിലകൊള്ളുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 1755-ൽ കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. വേലായുധൻ തമ്പി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ബാല്യകാലം മുതൽക്കേ ഭരണകാര്യങ്ങളിലും ആയോധന കലകളിലും അദ്ദേഹം മിടുക്കനായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു. രാജ്യത്തെ അഴിമതിക്കെതിരെ പോരാടിയാണ് വേലുതമ്പി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയും ജനപിന്തുണയും തിരിച്ചറിഞ്ഞ മഹാരാജാവ് അദ്ദേഹത്തെ ദളവയായി അഥവാ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ദളവയായ ശേഷം അദ്ദേഹം ഭരണസംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും അദ്ദേഹം കർശനമായി അടിച്ചമർത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു. എന്നാൽ ഈ സമാധാന കാലഘട്ടം അധികം നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി തങ്ങളുടെ സ്വാധീനം തിരുവിതാംകൂറിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് ദളവയുടെ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ തുടങ്ങി. ഇതിനെ വേലുതമ്പി ദളവ ശക്തമായി എതിർത്തു. ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്ന ഭാരിച്ച കപ്പത്തുക തിരുവിതാംകൂറിന്റെ ഖജനാവിനെ സാരമായി ബാധിച്ചു. ഇത് ജനങ്ങളിൽ ബ്രിട്ടീഷുകാരോടുള്ള അമർഷം വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ കൊച്ചിയിലെ ദളവയായിരുന്ന പാലിയത്തച്ഛനുമായി ചേർന്ന് അദ്ദേഹം ഒരു പദ്ധതിയൊരുക്കി. അവർ കൊച്ചിയിലെ റെസിഡന്റ് ബംഗ്ലാവ് ആക്രമിച്ചു. ഈ പോരാട്ടം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ വഴിത്തിരിവായി മാറി. വേലുതമ്പി ദളവയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷമായിരുന്നു 1808 ജനുവരി 11 നടന്ന കുണ്ടറ വിളംബരം. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം പോരാടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമുറ്റത്ത് നടന്ന ആ ചരിത്രപരമായ പ്രസംഗം കേരളത്തിലെ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. ഭാരതത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ജനങ്ങൾ ആയുധങ്ങളുമായി ദളവയെ പിന്തുണയ്ക്കാനെത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആധുനിക യുദ്ധസജ്ജീകരണങ്ങളും ചതികളും കാരണം തിരുവിതാംകൂർ സൈന്യത്തിന് തിരിച്ചടികൾ നേരിട്ടു. എന്നിരുന്നാലും അവസാന ശ്വാസം വരെ പൊരുതാൻ ദളവ തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ ദേശസ്നേഹിയുടെയും ഹൃദയത്തിൽ തീ കൊളുത്തി. വൈദേശിക ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ജനതയുടെ പ്രതീകമായി അദ്ദേഹം മാറി. ബ്രിട്ടീഷ് സേന തിരുവനന്തപുരം ലക്ഷ്യമാക്കി നീങ്ങിയതോടെ വേലുതമ്പി ദളവയ്ക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. അദ്ദേഹം പത്തനംതിട്ടയിലെ മണ്ണടിയിലേക്ക് അഭയം തേടി. ശത്രുക്കൾക്ക് ജീവനോടെ കീഴടങ്ങാൻ ആ ധീരഹൃദയം തയ്യാറായിരുന്നില്ല. ഒടുവിൽ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ വച്ച് അദ്ദേഹം സ്വയം ബലിദാനം നടത്തി. തന്റെ രാജ്യത്തിനും അഭിമാനത്തിനും വേണ്ടി ജീവൻ വെടിഞ്ഞ ആ പോരാളി ഇന്നും മലയാളി മനസ്സുകളിൽ ജീവിക്കുന്നു. വേലുതമ്പി ദളവ കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, മറിച്ച് വൈദേശികാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയ ആദ്യത്തെ ജനകീയ നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും നമുക്ക് പ്രചോദനമാണ്. ഈ ചരിത്രം നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു നൽകേണ്ട വലിയ പാഠമാണ്. ചരിത്രപരമായ പ്രാധാന്യം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ശക്തമായ ജനകീയ ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായ കുണ്ടറ വിളംബരത്തിന്റെ ഉപജ്ഞാതാവാണ് വേലുതമ്പി ദളവ. രാജ്യസ്നേഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായി അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നു.